ഓഡിയൻസ് ദ ഡേ മൈ വേൾഡ് ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഒരു 5 മിനിറ്റ് സെറ്റ് ആക്കി തരട്ടെ. മാത്രമല്ല അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? യെസ്, എന്നാ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നേരെ നമുക്ക് വരാം. വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഹാർട്ട്ലി വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. ദിസ് ഇസ് മുഹമ്മദ് ഷാജു. യു കൻ കോൾ മീ SJ. എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ചാപ്റ്റർ ആരെ കുറിച്ചുള്ളതാണ്? യെസ്, ഇത് മലാല യൂസുഫ്സായി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ളതാണ്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പോയിന്റുകളാക്കിയിട്ടാണ്. ഒരു 12 പോയിന്റിന്റെ ഉള്ളിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഞാൻ സെറ്റ് ആക്കി തരും. നോക്കാം, ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ വേറെ തരും കേട്ടോ. അപ്പൊ നോക്കാം, ഇൻട്രൊഡക്ഷൻ എന്താ? ആദ്യം തന്നെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പറയുന്നത് മലാല യൂസുഫ് പറയാണ്, ഞാൻ ജനിച്ചത് ഐ വാസ് ബോൺ ഇൻ പാകിസ്ഥാൻ. ഞാൻ പാകിസ്ഥാനിലാണ് ജനിച്ചത്. ഓക്കെ, എ കൺട്രി ക്രിയേറ്റഡ് അറ്റ് മിഡ് നൈറ്റ് ഇൻ 1947. 1947 മിഡ് നൈറ്റ് അർദ്ധരാത്രിയിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു രാജ്യത്താണ് ഞാൻ ജനിച്ചത്. ജസ്റ്റ് പാകിസ്ഥാനിലാണ് ഞാൻ ജനിച്ചതെന്ന് പറയാണ്. പക്ഷെ എനിക്ക് വെടിയേൽക്കുന്നത്, എന്റെ തലയ്ക്ക് വെടിയേൽക്കുന്നത് ഒരു മിഡ് നൂണിലാണ്. ഓക്കെ, ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറത്തും എന്താ പറയാ, ഒരു നട്ടുച്ച സമയത്താണ് എനിക്ക് എന്റെ നാട്ടിൽ നിന്നും വെടിയേൽക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് തുടങ്ങുന്നത് തന്നെ. ഓക്കെ, ഇനി അദ്ദേഹം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ദ ഇൻസിഡന്റ് ഡേറ്റ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വെടിവെച്ച കാര്യം പറഞ്ഞില്ലേ? യെസ്, അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ചെറിയ കുട്ടിയായിരിക്കെ മലാല യൂസഫ് സ്കൂളിലേക്ക് പോയി വരുന്ന വഴിയിൽ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന, അതിലെ ഒരു ഗൺമാൻ വന്നിട്ട് ഈ നമ്മുടെ പെൺകുട്ടികളെ ഉള്ള ഈ ബസ്സിനകത്തേക്ക് വെടിവെക്കുകയും അതിൽ മലാല യൂസഫ് ആരാണെന്ന് ചോദിച്ചിട്ട് തെരഞ്ഞു പിടിച്ചിട്ട് വെടിവെക്കുകയും ചെയ്യുന്നത്. അവളെ കൊന്നു എന്ന് ഉറപ്പുവരുത്തി അയാൾ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിന്റെ വിധി മറ്റൊന്നായിരുന്നു. പെൺകുട്ടി രക്ഷപ്പെടുകയാണ്. അവള് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. അത് അവിടെ നിന്നും പിന്നീട് കുറച്ചുകൂടെ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. തലക്കാണ് വെടിയേറ്റത്. അപ്പം അവളെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നിട്ടും അവൾ എന്ത് ചെയ്യാണ്, റിക്കവർ ചെയ്ത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നിർത്തിയിട്ടില്ല, അവിടെ ഭയന്നിട്ടില്ല ആ കുട്ടി. അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പഠനത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു അംബാസിഡർ ആയിട്ട് അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാണ് ഈ പെൺകുട്ടി ചെയ്യുന്നത്. ഓക്കെ, ബ്രേവ് ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനം ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ഒരു സന്ദർഭങ്ങളും അവൾ ഇങ്ങനെ അനുഭവിച്ചതല്ലേ, അത് നമുക്ക് അതിന്റെ ഒരു തീവ്രത നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാണ് ചെയ്യുന്നത്. ഓൺ ഒക്ടോബർ 2012 അന്നാണ് അവൾക്ക് വെടിയേറ്റത്. ഓക്കെ, ഓൺ ഒക്ടോബർ 9th 2012 her life changed. അവൾ പറയണ എന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞ ദിവസമാണത്. forever when she was shot. അപ്പൊ അന്നാണ് എന്നത്തേക്കുമായി അവളുടെ ജീവിതം മാറി മറിഞ്ഞു. അവളുടെ തലയിൽ അവര് വെടിവെച്ചു. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്തിനായിരിക്കും ഇവര് അവളുടെ തലയിൽ വെടിവെച്ചത്? അല്ലെ, അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവർ വെച്ചത്. എന്തായിരിക്കും അതിനൊരു മോട്ടീവ്? അവര് ഈ ഭീകര സംഘടനയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു റൂൾ എന്താന്ന് വെച്ചാല് പെൺകുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കൂളിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, പക്ഷെ പെൺകുട്ടികൾക്ക് ആ നാട്ടിലുള്ള മലാല അടക്കമുള്ള പെൺകുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം വേണമായിരുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമായിരുന്നു. സോ അവരൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ക്യാമ്പയിനുകളാണെങ്കിലും ശരി, സ്പീച്ചുകളാണെങ്കിലും ഒക്കെ അവരെന്ത് ചെയ്യാറുണ്ട്, നടത്താറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലാല യൂസഫും അവളുടെ അച്ഛനും. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിൽ നിന്നും ഇറിറ്റേറ്റഡ് ആയിട്ട് ഇത് ദേഷ്യം പിടിച്ചിട്ട് ആണ് അവരെന്ത് ചെയ്യുന്നത്, ഇവരെ കൊല്ലുകളയാന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി ആ ക്യാമ്പയിൻ അങ്ങനെ ചെയ്ത ആളുകളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പൊതുമധ്യത്തിൽ നിർത്തിയിട്ട് കൊല്ലുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് മലാലയിലേക്കും കാര്യങ്ങൾ എത്തുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്നത്, ഇതിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ, ഇതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെ അവൾ പറഞ്ഞു ആ ഒരു ദിവസം സംഭവിച്ചു അല്ലെ, ആ വെടിയേറ്റു. എന്നിട്ട് എന്താ പറയുന്നത്, നൗ ഷീ ലിവ്സ് ഇൻ ബർമിംഗ്ഹാം എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്താണ് അവൾ ജീവിക്കുന്നത്. ബർമിംഗ്ഹാം ഒക്കെ നമുക്ക് കാണാം, അത്രയും തിരക്ക് പിടിച്ച സ്ഥലമാണെന്നൊക്കെ അവള് അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ബട്ട് ഷീ മിസ്സസ്. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ മുറി മിസ് ചെയ്യുന്നത് പോലെ, നമ്മുടെ വീട് മിസ് ചെയ്യുന്ന പോലെ, നമ്മുടെ നാട് മിസ് ചെയ്യുന്ന പോലെ അല്ലെ, അങ്ങ് എത്രയോ അകലെയുള്ള ഇവിടെ ഇംഗ്ലണ്ടിൽ നിൽക്കുമ്പോൾ അവൾ പറയണ ഷീ മിസ്സസ് ഹർ ഹോം സാത്ത് വാലിയിലുള്ള അവളുടെ വീട് അവൾക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള മൗണ്ടൻസ്, അതിന്റെ ഒരു ഫോട്ടോ ഞാൻ തന്നിട്ടുള്ളത്. ഓക്കെ, സാത്ത് വാലി എന്ന് പറയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അല്ലെ. അവിടെയുള്ള മൗണ്ടൻസ്, അതുപോലെ തന്നെ റിവേഴ്സ്, ഫീൽഡ്സ് എല്ലാം അവൾ എന്ത് ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ടെന്ന് മലാല നമ്മളോട് പറയാണ്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് സ്കൂൾ ലൈഫാണ്. അവളുടെ സ്കൂൾ ലൈഫിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ഹർ സ്കൂൾ ഖുഷാൽ സ്കൂൾ വാസ് ഫൗണ്ടഡ് ബൈ ഹർ ഫാദർ. അവളുടെ
ഉപ്പയാണ് അല്ലെങ്കിൽ അവളുടെ അച്ഛനാണ് ആ ഒരു സ്കൂൾ എന്ത് ചെയ്തിട്ടത് അതിന്റെ ഫൗണ്ടർ. ഓക്കെ, അവളുടെ അച്ഛൻ സ്ഥാപിച്ച സ്കൂളാണത്. ഷീ സ്റ്റഡീഡ് സബ്ജക്ട്സ് ലൈക്ക് കെമിസ്ട്രി, ഉറുദു, ഇംഗ്ലീഷ് ആൻഡ് ബയോളജി. അവിടെ ഒരുപാട് വിഷയങ്ങളൊക്കെ അവൾ പഠിച്ചു, എൻജോയ് ചെയ്ത് പഠിക്കുകയാണ് അവള്. ഓക്കെ, അവിടെ ഫോർമുലാസ് പഠിക്കുന്നതും സ്റ്റോറീസ് ഇംഗ്ലീഷിൽ എഴുതുന്നതും ഗ്രാമർ ഉറുദുവിന്റെ പഠിക്കുന്നതൊക്കെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് പറയുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിലേക്ക് പോകാൻ. ഒരു മാജിക്കൽ വേൾഡിലേക്ക് കയറുന്ന പോലെയാണ് ഈ എൻട്രൻസിലൂടെ അകത്തേക്ക് കയറുമ്പോൾ എന്നൊക്കെ മലാല നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അവൾക്ക് ഒരുപാട് റെക്കഗ്നേഷൻസ് കിട്ടിയിട്ടുണ്ട്. മലാല ഹാഡ് വോൺ മെനി പ്രൈസസ് ഫോർ ടോപ്പിംഗ് ഹെർ ക്ലാസ് ആൻഡ് ഫോർ ക്യാമ്പയിനിങ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. ഫോർ എക്സാമ്പിൾ, അവൾക്ക് കുറച്ച് പ്രൈസ് മണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ റൂമിലുള്ള ഫേർണിച്ചറൊക്കെ വാങ്ങിച്ചതെന്ന് അവൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവളുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ, അവളുടെ ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിനുകളൊക്കെ അന്നേ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടേഴ്സ് ഒക്കെ വരാറുണ്ടായിരുന്നു അവളെ ഇന്റർവ്യൂ ചെയ്യാൻ. ഓക്കെ, ഇനി earlier she walked to school. സാധാരണ അവള് സ്കൂളിലേക്ക് നടന്നാണ് പോവാറ്. ഓക്കെ, ബട്ട് ലേറ്റർ ട്രാവൽഡ് ബൈ റിക്ഷ ആൻഡ് ദ ബസ് ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി ത്രെറ്റ്സ്. പക്ഷെ തുടക്കത്തില് നടന്നു പോയിരുന്ന കുട്ടി, വീടിന്റെ അടുത്തായിരുന്നു സ്കൂൾ എങ്കിൽ പോലും നടന്നു പോയാൽ മതി എന്ന ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ എങ്കിൽ പോലും പിന്നീട് അവള് റിക്ഷയിലും പോകുന്ന സമയത്ത് റിക്ഷയിലും അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ബസ്സിലും വരാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്ന് വെച്ചാൽ ഭീഷണികൾ ഉണ്ടായി തുടങ്ങി. ജീവൻ അപായപ്പെടുത്തും എന്ന കുടുംബത്തിന് നേരെ ഭീഷണി ഉണ്ടായി തുടങ്ങി. കാരണം ആളുകളെയൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലെ? അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് പല രീതിയിലും പത്രങ്ങളിലായിട്ടും അല്ലെങ്കിൽ ദൂതർ വഴി അവരുടെ വീട്ടിലേക്ക് മെസ്സഞ്ചേഴ്സുമായിട്ട് എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഏതായാലും ഫാമിലി, അമ്മ പ്രത്യേകിച്ചും പറഞ്ഞു, മകൾ എന്തിൽ തന്നെ പോയാൽ മതി, ആ ബസ്സിലും ഓട്ടോറിക്ഷയിലും പോയാൽ മതി, ഒറ്റയ്ക്ക് നടന്നു വരണ്ട എന്ന് പറഞ്ഞു. Her family had received threats from extremists. Malala feared more for her father's life than her own. Okay, മലാലയ്ക്കാണെങ്കിലോ ഈ എക്സ്ട്രീമിസ്റ്റുകളുടെ ഈ ഭീഷണി തന്നെ എഫക്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവളുടെ പേടി തന്റെ ഉപ്പാനെ അല്ലെങ്കിൽ തങ്ങളുടെ അച്ഛനെ എന്തെങ്കിലും അവർ ചെയ്തു കളയോ എന്നുള്ളതായിരുന്നു അവളുടെ ഏറ്റവും കൂടുതലുള്ള ഭയം. ഓക്കെ, ഫാമിലി ഹാഡ് റിസീവ്ഡ് ത്രെറ്റ്സ് ഫ്രം എക്സ്ട്രീമിസ്റ്റ്. മലാല ഫിയർഡ് മോർ ഫോർ എ ഫാദേഴ്സ് ലൈഫ് ദാൻ ഹെർ ഓൺ. അവളുടെ ജീവനേക്കാളും മലാല പേടിച്ചത് അച്ഛന്റെ ലൈഫിനെ ആയിരുന്നു. കാരണം അവരെ ഒരു പെണ്ണിനെ കൊല്ലോ ഇല്ല, ഒരു കുട്ടിയല്ലേ ഞാൻ, എന്റെ അച്ഛനെ ആയിരിക്കും അവരെന്തേ ചെയ്തു കളയാ, ദൈവമേ അച്ഛനെ കാത്തോളണേ എന്നൊരു ടെൻഷൻ അവളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി മലാല പറയുന്നുണ്ട് അവളുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ട്. എഡ്യൂക്കേഷൻ വേണ്ടേ അല്ലെ? പെൺകുട്ടികൾക്കും ഒക്കെ വേണം അല്ലെ? നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് അവളുടെ ഡ്രീമിനെ കുറിച്ച് പറയുന്നുണ്ട്. അവളുടെ മറ്റു കുട്ടികളുള്ള, അവളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള മറ്റു കുട്ടികളുടെ ഡ്രീംസിനെ കുറിച്ച് പറയുന്നുണ്ട്. മലാല ഡ്രീംഡ് ഓഫ് ബിക്കമിങ് ആൻ ഇൻവെന്റർ ഓർ എ പൊളിറ്റീഷ്യൻ. ഒരു ഇൻവെൻഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആവാൻ ഒക്കെ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരിയായിട്ട് ഒരുപാട് സേവനങ്ങൾ നടത്താനൊക്കെ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് മോണിബ വാണ്ടഡ് ടു ബി എ ഫാഷൻ ഡിസൈനർ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മോണിബയ്ക്ക് ആണെങ്കിലോ ഒരു ഫാഷൻ ഡിസൈനർ ആവാനായിരുന്നു ആഗ്രഹം. പക്ഷെ അവൾക്ക് അത് പറയാൻ പേടിയായിരുന്നു. പക്ഷെ അവളും എന്താ പറയാ, ഡോക്ടർ എന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്തു പറഞ്ഞുകൊണ്ടിരുന്നു എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് അറ്റാക്കിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. ഓൺ ദ വേ ഹോം, അങ്ങനെ ഒരു ദിവസം അല്ലെ, ആ ഡേറ്റിൽ എന്ത് ചെയ്തു, October 9th ഓൺ വേ ബാക്ക് ഹോം, തിരിച്ചു വീട്ടിലേക്ക് വരുന്ന സമയത്ത് 2 young men stopped their school van. അവര് 2 young men എന്ത് ചെയ്തു, അവരുടെ സ്കൂൾ വാന് നിർത്തിച്ചു. ഓക്കെ, എന്ന് വെച്ചാൽ ആദ്യം ഒരാൾ വന്നു, അയാളുടെ ഈ സ്കൂൾ വാന്റെ മുമ്പിലേക്ക് വന്ന് കൈ കാട്ടി എന്നിട്ട് ചോദിച്ചു, ഇത് ഈ സ്കൂൾ ഏത് സ്കൂൾ, കുശാൽ സ്കൂൾ ബസ്സാണോ? ഓൾറെഡി അതിന്റെ മേലെ എഴുതിയിട്ടുണ്ട്, ഇയാൾ എന്ത് മണ്ടൻ ചോദ്യം ചോദിക്കുന്നതെന്ന് ഡ്രൈവർ കരുതി. ഏതായാലും ഇന്ന കുട്ടിയുടെ വിവരം ചോദിച്ചു. മലാല യൂസഫ് എന്ന് പറയുന്ന പെൺകുട്ടി ഇതിനകത്തുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സ്കൂളിൽ പോയി അന്വേഷിക്കൂ അല്ലെ. ഏതായാലും വേറൊരാളപ്പോഴേക്കും പുറകിലൂടെ വന്നു, ആ വണ്ടിക്കകത്ത് ഉള്ള പെൺകുട്ടിയുടെ നേരെ എന്ത് ചെയ്യാണ്, ഗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവര് വെടിവെക്കാണ് ചെയ്യുന്നത്, ഗൺ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. ഓൺ ദ വേ ഹോം 2 young men stopped their school van. One asked, who is Malala? എന്നിട്ട് അതിലൊരാൾ ചോദിച്ചു ആരാണ് മലാല എന്ന് ചോദിച്ചു. ഓക്കെ, മലാല വാസ് ഐഡന്റിഫൈഡ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂല, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ ഇടയിലേക്ക് അല്ലെ മലാല ആരാന്ന് ചോദിക്കുമ്പോഴേക്കും മറ്റു കുട്ടികളൊക്കെ അവളെ നോക്കി. മാത്രമല്ല അതിൽ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു, മുഖം മറയ്ക്കാത്ത ഒരു പെൺകുട്ടി അവൾ മാത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. മലാല വാസ് ഐഡന്റിഫൈഡ് ആൻഡ് ഷോട്ട് ഇൻ ഹെഡ്. തലയിൽ വെടിവെച്ചു.
2 other girls were injured. രണ്ട് വേറെ പെൺകുട്ടികൾക്കും 3 വെടി വെച്ചിട്ടുണ്ട്. 2 വേറെ പെൺകുട്ടികൾക്കും എന്ത് ചെയ്തു? പരിക്ക് പറ്റി. She was taken to the hospital with severe injuries. Her hair and Moniba's lap soaked in blood. തന്റെ സുഹൃത്തായിട്ടുള്ള മോണിബയുടെ മടി കിടന്ന മടിയിൽ മുഴുവനും എന്തായിരുന്നു? രക്തമായിരുന്നു. അവിടെ തലമുടി മുഴുവനും രക്തത്തിൽ കുളിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സിവിയർ ആയിട്ടുള്ള മരണത്തോട് എന്താ പറയാ തൊട്ടടുത്ത് പോയി തിരിച്ചു വന്നതുപോലെ. അവസാനിക്കുന്ന സമയത്ത് മലാല പറയുന്നത് എങ്ങനെയാണ്? ഏതായാലും ആ ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞു അല്ലെ. അന്ന് ആ വണ്ടിയിൽ നിന്ന സമയത്ത് തന്നോട് ആ ഭീകരവാദി ചോദിച്ചത് എങ്ങനെയാണ് അല്ലെ, ഹൂ ഇസ് മലാല എന്ന് ചോദിച്ചപ്പോൾ ആരും ഒന്നും വേണ്ടിയിട്ടില്ല, എല്ലാവരും ഭയന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്നാൽ മലാല ഇന്ന് നമ്മളോട് പറയാണ്, ധൈര്യപൂർവ്വം എണീറ്റ് നിന്നിട്ട് നമ്മളോട് പറയാണ്, മലാല എൻഡ്സ് ബൈ സേയിങ്, ഈ ഒരു ഭാഗം അവൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ പറഞ്ഞുകൊണ്ടാണ്, ഐ ആം മലാല ആൻഡ് ദിസ് ഇസ് മൈ സ്റ്റോറി, ഞാനാണ് മലാല അല്ലെ, ഇതെന്റെ കഥയാണ് എന്ന് പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ഗഡ്സ് അല്ലെങ്കിൽ ഒരു കറേജ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള വിമൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള വിമൻ എംപവർമെന്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്താ? വിമൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എഫേർട്ട് എത്രത്തോളം ഞാൻ എടുക്കാൻ തയ്യാറാണ് എന്നത് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ ലോകത്തെമ്പാടുമുള്ള സ്ത്രീജനങ്ങളെ, പെൺകുട്ടികളെ ഇൻസ്പയർ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു വർത്തമാനമാണ് അവർ അവസാനം പറഞ്ഞു വെക്കുന്നത്. എന്താണ്? ഐ ആം മലാല ആൻഡ് ദിസ് ഇസ് മൈ സ്റ്റോറി, ഇതാണ് എന്റെ കഥ എന്ന് പറഞ്ഞു വെക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ ചാപ്റ്റർ എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തുനിന്നും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ഒരു ഡയറി എൻട്രി എഴുതാൻ. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ യു ആർ മലാല, നിങ്ങളാണ് മലാല എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ പറയാണ് ഒരു ഡയറി എൻട്രി എഴുതൂ. ഓക്കെ, write a diary entry describing your feelings after you survived the attack and desire to continue your fight for girls education. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ മലാലയാണ്, നിങ്ങൾക്ക് നേരത്തെ ഒരു അപകടം പറ്റിയിട്ടുണ്ട്, ഇതിന് ഇതിങ്ങനെ ഒരു എന്താ പറയാ ക്യാമ്പയിൻ നടത്തിയതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭീകരവാദികൾ വെടിവെച്ചു കൊല്ലാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് രക്ഷപ്പെട്ട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ന് എഴുതുന്ന ഡയറി എങ്ങനെയായിരിക്കും? ഡയറി എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ? യെസ്, നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ ഫോമാറ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എന്താണ് അതിന്റെ ഫോമാറ്റ്? ആദ്യം നമ്മൾ എന്ത് ചെയ്തുക? ഡേറ്റ് എഴുതുക. ശേഷം താഴെ നമ്മൾ ആ മാർജിനോട് ചേർന്നിട്ട് ഒരു പെട്ടി വരച്ചിട്ട് അതിനകത്ത് മാർജിനോട് ചേർന്നിട്ട് എന്ത് ചെയ്യുക? ഡേറ്റ് എഴുതുക. താഴെ എന്ത്? ഡേ എഴുതുക. ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ, സൺഡേ, എന്താണ് ഡേറ്റ് എഴുതുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഡേയുടെ മൂഡ് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, വേണം, ഇതില്ല നിർബന്ധമൊന്നുമില്ല, ഒരു മൂഡ് എഴുതി വെക്കാം. ഡിയർ ഡയറി ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. താഴെ നമ്മൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സംഭവമോ അല്ലെങ്കിൽ ഒരു കഥയോ ഒന്നുമല്ല നമ്മൾ പറയേണ്ടത്. നമ്മളാണ് മലാല. നമ്മുടെ ഒരു ഫ്രണ്ടിനോട് റിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ആശയങ്ങൾ പറയുന്നത് എങ്ങനെയായിരിക്കും? ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ ഇമോഷണൽ ലാംഗ്വേജ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ആ ഒരു സമയത്തുള്ള ഇമോഷൻ ഉണ്ടല്ലോ, ആ ഇമോഷൻ ചിലപ്പോൾ ഹാപ്പിനെസ് ആയിരിക്കാം, ചിലപ്പോൾ സങ്കടമായിരിക്കാം, അതാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. കൂട്ടത്തിൽ നമുക്ക് ആ കഥകളും കാര്യങ്ങളും ഒക്കെ പറയാം. ഇങ്ങനെ സംഭവിച്ചതായിരുന്നു അല്ലെ. അതൊന്നും നമ്മളൊരു കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ല പറയുന്നത്. എനിക്കിതെല്ലാം അറിയുന്ന കഥയാണ്, എനിക്ക് തന്നെ പിന്നെയും ഇതൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ നമ്മളൊന്ന് റിഫ്ലക്ട് ചെയ്യില്ലേ, നമ്മൾ നടന്ന കാര്യങ്ങൾ, ആ റിഫ്ലക്ഷൻ ആണ് ഇവിടെ ഡയറിയിൽ കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു തുടക്കം എന്ന പോലെ ഒരു അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സാധാരണ ഡയറി എഴുതുമ്പോൾ നമ്മളിങ്ങനെ പറയും, ഇറ്റ് വാസ് ആൻ ഇവന്റ്ഫുൾ ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് ആൻ ഇവന്റ്ഫുൾ ലൈഫ് എക്സ്പീരിയൻസ്. ഓക്കെ, ഒരു സംഭവ ബഹുലമായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താ സംഭവിച്ചത് അല്ലെ? ഓ മൈ ഗോഡ്, ഐ നെവർ എക്സ്പെക്റ്റഡ് ഇറ്റ് വുഡ് ഹാപ്പൻ ദാറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അന്ന് അത് സംഭവിക്കുമെന്ന്. ഓക്കെ, ഓൺ ഒക്ടോബർ 9 എന്ത് സംഭവിച്ചു? 2012. പക്ഷേ അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായി മാറി അല്ലെ. ഇന്ന് ഞാൻ എത്രയും ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ എങ്ങനെ പതുക്കെ കൊണ്ടുവരാം. അവസാനം എന്ത് ചെയ്യുക? ഒരു ഓത്തോ അല്ലെങ്കിൽ ഒരു പ്ലെഡ്ജോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വിമൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഗേൾസിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പോരാടും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് കൺക്ലൂഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഡയറി എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരു സ്പീച്ച്. പ്രിപ്പയർ എ സ്പീച്ച് ഓൺ the importance of education using details from Malala's story
ടു പ്രസന്റ് ഇൻ യുവർ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഒരു അടിപൊളി സ്പീച്ചിന്റെ ഫോമാറ്റ് എന്താണ് സാർ? യെസ്, റെസ്പെക്ടഡ് ടീച്ചേഴ്സ് മൈ ഡിഫറൻസ് സ്കൂളിലാണെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി ഒരു ജേണൽ. എന്നിട്ട് നമ്മൾ എന്താണ് പറയേണ്ടത്? ഈ ടോപ്പിക് എനിക്ക് തന്നതിന് നന്ദിയുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഈ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ അതിൽ നമ്മൾ ഓരോരോ കാര്യങ്ങളും അതിനകത്തൊക്കെ നമുക്ക് പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷനിൽ നമുക്ക് എംപവർമെന്റ് ഓഫ് വിമൻ പറയാം അല്ലെ. എംപവർമെന്റ് ഓഫ് വിമൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സ്ത്രീകളുടെ ശാക്തീകരണം. അപ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ച് പറയാം നമുക്ക്. ഓക്കെ, എക്കണോമിക്സിൽ അവർക്ക് എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തിക നിലയിൽ അല്ലെങ്കിൽ അതിനകത്ത് എത്രത്തോളം സ്ത്രീകൾക്ക് ഇടപെടാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ചർച്ച ചെയ്യാൻ അല്ലെ. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും, ആരെ ആശ്രയിക്കാതെ നിൽക്കാൻ പറ്റും. ഓക്കെ, ഭർത്താവിനെയോ അച്ഛനെയോ മക്കളെയോ ഒന്നും ആശ്രയിക്കാതെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉണ്ടാകാൻ സാധിക്കും. എപ്പോ ജോലി ഉണ്ടാകുമ്പോൾ ജോലി എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെ, വിദ്യാഭ്യാസത്തിലൂടെ. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു. അതൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓരോ ഐഡിയാസും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും നിങ്ങൾ ഓരോ പാരഗ്രാഫുകളാക്കിയിട്ട് ഇങ്ങനെ എഴുതി പോരുക. ആലോചിക്കേണ്ട കാര്യം നമ്മൾ പ്രസംഗമാണ് എന്ന കാര്യം മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഫസ്റ്റ് പേഴ്സണിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് പറയാം, ഈ പറയുന്ന പോലെ ഇൻ മൈ വ്യൂ, ഓക്കെ, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഹിം, അക്കോർഡിംഗ് ടു ഹർ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചില പ്രതിഭകളായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കൽപ്പന ചൗള പോലെയുള്ള അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ലേഡീസിനെ നമുക്ക് ഇതിനകത്ത് എക്സാമ്പിൾസ് ഇൻട്രോഡ്യൂസ് നമുക്ക് കുറെ എഴുതാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാം. അല്ല എന്ത് എഴുതും എന്നൊരു തോട്ടിൽ നിൽക്കുന്ന ആളുകളില്ലേ, അവർക്ക് കുറെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നപ്പോൾ കുറെ ഐഡിയാസ് ഇല്ല, ഇതൊക്കെ എഴുതാം അല്ലേ. ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ് നമ്മളവിടെ എഴുതി വെക്കേണ്ടത്. അങ്ങനെ അവസാനം ഒരു കൺക്ലൂഷനും കൊടുക്കണം. നേരത്തെ നമ്മൾ ഡയറി പറഞ്ഞ പോലെ തന്നെ ഒരു കൺക്ലൂഷനും ഇവിടെ എന്ത് ചെയ്യണം, കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്പീച്ച് എന്തായി അടിപൊളിയായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇതിനകത്ത് ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരു ചെറിയ ഇവന്റ് അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ആ ഇവന്റ് എന്താണ്, ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താ അത്? യെസ്, ആ ഒരു ദിവസം അവളെ ഷോർട്ട് ചെയ്താണ്. ശേഷം അവളുടെ ലൈഫ് എന്ത് ചെയ്യുന്നു, മാറി മറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾ ഇതിനകത്തുനിന്നും മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇമെയിലോ സ്പീച്ചോ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഈ ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 12 പോയിന്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഏത് രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. സോ അടിപൊളിയായിട്ട് എക്സാം പോയിട്ട് എഴുതുക. അതിന് മുമ്പേ നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.